അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മീൻകറി, കപ്പ, ദോശ അല്ലേ, എല്ലാ സാധനവും ഇതാ. ബോളി ഇഷ്ടമാണ്, ഇവിടുത്തെ കപ്പ ഇഷ്ടമാണ്, എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്, പന്നിയും പോത്തും ഒക്കെ ഇഷ്ടമാണ്. ഇവിടെ പഴംപൊരി കുറച്ചാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ചാഴികാരനെ ആയിക്കോളൂ 100%. അല്ല അന്നേരം എന്നെ കണ്ടു ഇവിടെ വന്ന് എന്നെ ചീത്ത പറഞ്ഞു നിങ്ങൾ എല്ലാവരും വന്ന് ചാഴികാരനെ ആയിക്കോളൂ ഉറപ്പാണ്. അത് ബീഫും ബോളിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സൂപ്പറാണ്. അതിൻ്റെ കൂട്ടത്തിൽ കപ്പയും പന്നിക്കറിയും കപ്പയും നാടൻ കോഴിയും. ആരെ ജയിക്കുന്ന തോന്നുന്നു ഇപ്രാവശ്യത്തെ കോട്ടയം ലോക്സഭ? കോട്ടയം ചാഴികാരനല്ലേ ജയിക്കുള്ളൂ. കാരണം പിന്നെ ചാഴികാരൻ ജയിക്കുന്നുള്ള ഉറപ്പല്ല, അത് ഒരു സംശയമില്ല. ചാഴികാരൻ ജയിക്കും 100% ഉറപ്പല്ല. രാഷ്ട്രീയം വെച്ച് പറയുകയാണെങ്കിൽ പറയും UDF ജയിക്കുന്നു പറയാം. അങ്ങനെയല്ലേ, നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞത്. ചാഴികാരനെ ജയിക്കുള്ളൂ, അതിൻ്റെ സംശയമൊന്നും വിചാരിക്കണ്ട. ഫ്രാൻസിസ് ഇടിക്കുന്നു വന്നിവിടെ നിൽക്കുന്നതല്ലേ, ചാഴികാരൻ ഇവിടുത്തുകാരനാണ്, അതിലെ എൻ്റെ വ്യത്യാസം. അത് തന്നെയല്ല, ചാഴികാരൻ ജയിച്ചാൽ മറ്റേ രാഹുൽ ഗാന്ധിക്ക് ഉറപ്പായിട്ടും കിട്ടുന്നു, കൂടാതെ പോയില്ല. പക്ഷേ കോൺഗ്രസ്സുകാരൻ ജയിച്ചാൽ ചിലപ്പം BJP-ക്കാരുടെ വാളത്തിൽ കിടക്കും പോക്കറ്റിൽ ജയിച്ചു കഴിയുമ്പോൾ. കറക്റ്റ് കാര്യമാണോ? ഇടതുപക്ഷത്തിൻ്റെ ആര് ജയിച്ചാലും മരിച്ചാലും പോയില്ല ഈ മറ്റേ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന്. അതേസമയം കോൺഗ്രസ്സുകാർ ജയിച്ചാൽ അത് കാശ് കൊടുത്ത് BJP-യുടെ പോക്കറ്റിൽ കിടക്കും. ശരിയാണോ ഇല്ല എന്നുള്ളത് പിന്നീട് ഇലക്ഷൻ കഴിയുമ്പോൾ നോക്കണം. ഞാൻ പറഞ്ഞൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് ഇവിടെ ചാഴികാരനെ ആയിക്കോളൂ 100%. അല്ല അന്നേരം എന്നെ കണ്ടു ഇവിടെ വന്ന് എന്നെ ചീത്ത പറഞ്ഞു നിങ്ങൾ എല്ലാവരും വന്ന് ചാഴികാരനെ ആയിക്കോളൂ ഉറപ്പാണ്. ഞങ്ങൾ എന്തായാലും പഴംപൊരി തിന്നാൻ വേണ്ടി ഈ ഇതിനകത്തേക്ക് വന്നതാണ്. ചിലപ്പോൾ എല്ലാവർക്കും പരിചിതമായ ഒരു മുഖമായിരിക്കും ഇത്. രാഷ്ട്രീയം തലക്കടിച്ച് കത്തിച്ച് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോഹനേട്ടനെ നിങ്ങൾക്കറിയോന്നറിയില്ല. പക്ഷേ ഈ പഴംകൊലയെ ചാരി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, ഞാൻ പാലായിക്കടുത്തുള്ള വള്ളിച്ചിറയിലെ നമ്മുടെ മോഹനേട്ടന്റെ പഴംപൊരി കടയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ പഴംപൊരിയും ബീഫും ഇവിടുത്തെ വളരെ പ്രമുഖമായ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായ നമ്മുടെ എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ സെലിബ്രിറ്റീസ്, മോഹൻലാൽ, അങ്ങനെ എല്ലാവരും ഇവിടെ വന്ന് ഇവിടുത്തെ പഴംപൊരിയുടെയും ബീഫിന്റെയും രുചി അറിയാത്തവരായി ആരും തന്നെ ഇപ്പോൾ കേരളത്തിലില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ മോഹനേട്ടൻ വൈറലാണ്. മോഹനേട്ടൻ്റെ അടുത്ത് ആദ്യം ഞാൻ വന്നപ്പോൾ തന്നെ നമുക്ക് രാഷ്ട്രീയത്തെ പറ്റി ഒന്ന് പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ കത്തി അങ്ങ് കയറുകയാണ്. അപ്പൊ നമുക്ക് രാഷ്ട്രീയവും അതുപോലെ ഇവിടുത്തെ പഴംപൊരി കഥയും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ പഴക്കുലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഹനേട്ടന്റെ പഴംപൊരി കടയിലാണുള്ളത്. അപ്പൊ നമുക്ക് മോഹനേട്ടന്റെ രാഷ്ട്രീയവും ഇവിടുത്തെ പഴംപൊരി കഥയും ഒന്നറിയാം. അപ്പൊ മോഹനേട്ടാ, നമുക്കിപ്പോ അകത്തേക്കൊന്ന് നമ്മുടെ പാചകം ചെയ്യുന്ന സ്ഥലത്തേക്കൊന്ന് പോയാലോ? മോഹനേട്ടനും കൂടെ ഒന്ന് വരുമോ? അപ്പൊ നമുക്ക് അവിടെ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് സംസാരിച്ചാലോ? ഓക്കെ. അപ്പൊ നമുക്ക് മോഹനേട്ടന്റെ ഈ 200 കിലോയോളം ഒരു ദിവസം വിറ്റുപോകും അല്ലേ ഇവിടെ നിന്ന് നമ്മുടെ പഴംപൊരി? ഈ തൂക്കിയിട്ട കൊലകളെല്ലാം ഇനി ഒരാഴ്ചത്തേക്കുള്ളതൊന്നും അല്ല, ഇന്നൊരു ദിവസം തന്നെ പോകുന്നതാ. അപ്പൊ നമുക്ക് അകത്ത് ചേട്ടന്റെ പാചകപ്പുരയിലേക്ക് പോയി അവിടെ നിന്ന് നമുക്ക് വാചകമാകാം. വരൂ. അപ്പൊ ഇപ്പൊ ഇവിടെ വന്ന് തിളച്ചോണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു എന്തെന്നാ ഇപ്പൊ സബോളവട, ഉള്ളിവടയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ നിന്ന് തന്നെയല്ലേ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത്? പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് ഓരോ ഐറ്റംസ് മാറി മാറി ഉണ്ടാക്കുന്ന. അപ്പം നമ്മുടെ ഈ പഴംപൊരി 200 കിലോയോളം ഇവിടെ നിന്ന് വിറ്റ് പോകാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളോളായി? 5-6 കൊല്ലമായി. എങ്ങനെയാ പെട്ടെന്നൊരു പ്രശസ്തിയിലേക്ക് പോയത് നമ്മുടെ ഈ കട? അത് നമ്മളെ അടിപൊളി സാധനമല്ലേ കൊടുക്കുള്ളൂ, നമ്മൾ ഒരു കളങ്കമില്ലാത്ത കേസേ പിടിക്കുള്ളൂ. ആരൊക്കെയാ ഇവിടെ വന്ന സെലിബ്രിറ്റീസ് ഒന്ന് കേക്കട്ടെ? കുഞ്ചാക്കോ ബോബന്, സുരേഷ് ഗോപിയെ, സൗഭിന്, രഞ്ജിത്ത് പണിക്കര്, അമൽ നേരുത്, പിന്നെ മറ്റേ MG ശ്രീകുമാർ, അവർ ഒത്തിരി പേര് വരുന്നുണ്ട്. മമ്മൂട്ടിയുടെ മകന് എല്ലാം വരുന്ന അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരുണ്ടോ ഇവിടെ? സ്ഥിരമായിട്ട് വരുന്നുണ്ട്. കുഞ്ചാക്കോ സ്ഥിരം വരും, മാസത്തിൽ 1-2 പ്രാവശ്യം വരും. ആണല്ലേ? അപ്പം നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യായിരുന്നു, അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു സൈനൊക്കെ ചെയ്ത് നമുക്ക് ഫ്രണ്ടിൽ തൂക്കിയിട്ടായിരുന്നു. നമുക്കൊരു മാർക്കറ്റിംഗ് ആയില്ലേ? അത് മാർക്കറ്റ് നമുക്ക് നമ്മളെ കട ജനകീയ കടയാണ്, മൊത്തം ആൾക്കാരുടെയും കൂടെ ഉള്ള കട, നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉള്ള കട. അപ്പൊ അതിനകത്ത് ഒരു ആൾക്കാരുടെ ഒരു പ്രത്യേകതയൊന്നും ഇല്ല, നമുക്ക് എല്ലാം നമുക്ക് ഒരുപോലെ ആൾക്കാർ മുഴുവൻ. അപ്പൊ ഈ പുറത്ത് കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ആ കൊല മൊത്തം ഇന്ന് നമ്മള് തീരും. ആ തീരും, പിന്നെ വൈകുന്നേരം ഒന്നും കാണിയല്ല. നമ്മൾ എത്ര മണിക്ക് തുടങ്ങി എത്ര മണിക്കാ ഇവിടെ? രാവിലെ 3:30 ഞാൻ തുറക്കും വെളുപ്പിന്. 5 മണിയാകുമ്പോൾ ദോശ, അപ്പം, പൊറോട്ടയൊക്കെ ആവും. വൈകുന്നേരം 10 മണിക്ക് അടയ്ക്കുള്ളൂ. പഴംപൊരിയും ബീഫും 9:30 ആവും. രാവിലെ 9:30 ആവും. വൈകുന്നേരം 8 മണി വരെ ഉണ്ട്. ഇവിടെ കൂടുതൽ ആൾക്കാരും എനിക്ക് തോന്നുന്നു പഴംപൊരിയും ബീഫിനും ഒക്കെ വേണ്ടിയല്ലേ വരുന്നത്? ഏറ്റവും കൂടുതൽ പഴംപൊരിയും ബീഫിനും വേണ്ടി.
അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇപ്പൊ ഉള്ളിവട ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ പഴംപൊരി ഇവിടെ പഴംപൊരി കുറച്ചാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഒട്ടേറെ സാധനം, പിന്നെ ചേട്ടന്റെ മെയിൻ ഐറ്റമായ ബീഫ് കറി, നല്ല ചൂട് ബീഫ് കറിയാണ് ഇത്. എനിക്ക് തോന്നുന്നു പോർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മീൻകറി, കപ്പ, ദോശ, അല്ലെ, എല്ലാ സാധനവും ചിക്കൻ കറി, കപ്പ, മീൻകറിയും കപ്പയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ വന്ന് കഴിച്ചിട്ടാ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഞങ്ങള് പൊറോട്ടയും ബീഫും, പഴംപൊരിയും ബീഫും, കപ്പയും മീൻകറിയും എല്ലാ സംഭവങ്ങളും നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മോഹനേട്ടന്റെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോളി മേടിക്കാൻ വന്നേ എപ്പോഴും വരുന്നതാണോ ഇവിടെ? പിന്നെ ഇവിടെ മിക്കവാറും ദിവസം വരും. ഇല്ല, ഈ വഴി കൂടെ വന്നാൽ, ഞാൻ കുമ്മണ്ണൂരാണ് താമസിക്കുന്നത്, ഈ വഴി കൂടെ വന്നാൽ മേടിക്കാതെ പോവുകയല്ല. എല്ലാ പ്രാവശ്യം വന്ന് ഇവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് മേടിച്ചോണ്ടേ പോവുള്ളൂ. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം ബോളിയാണോ? ബോളി ഇഷ്ടമാണ്, ഇവിടുത്തെ കപ്പ ഇഷ്ടമാണ്, എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്, പന്നിയും പോത്തും ഒക്കെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്തിനാ ഇവിടുത്തെ? ഇവിടുത്തെ കപ്പയ്ക്കും നല്ല ടേസ്റ്റാണ്, കപ്പയും പോർക്കും ഇഷ്ടമാണ്. അതുപോലെ പിന്നെ പൊറോട്ടയും കഴിക്കും. അപ്പം നാടൻ കോഴിയിറച്ചി അതും എനിക്കിഷ്ടമാണ്. ഇവിടുത്തെ നാടൻ കോഴിയിറച്ചിയല്ലേ ഇവിടുത്തെ സ്പെഷ്യല്? അത് കാരണം ഇവിടെ അതിനു വേണ്ടി തന്നെ കഴിക്കാൻ പറ്റിയ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഈ നാടൻ കോഴിയിറച്ചിയെ കുറിച്ച് പറയുമ്പോൾ, നാടൻ കോഴിയിറച്ചി എല്ലാ കടകളിലും കിട്ടിയാല, ഹോട്ടലിൽ കിട്ടിയാല, അതുകൊണ്ടാണ് ഇവിടെ വന്ന് കഴിക്കുന്നത്. ഇതേപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും ഇത്ര ടേസ്റ്റ് കിട്ടാതെ, അതുകൊണ്ടാണല്ലോ ഇവിടെ വരുന്നത്. മറ്റു സ്ഥലങ്ങളിൽ കിട്ടാത്തതിൽ കൂടുതൽ രുചിയുള്ളത് കൊണ്ടാണ് ഇവിടെ വരുന്നത്. നാവിന് കഴിക്കുന്ന സാധനത്തിൽ തൃപ്തി, ഒരു മനസ്സിൽ തൃപ്തിയും കൂടെ വേണം. അപ്പൊ ഇപ്പൊ ഈ പാക്കറ്റിനകത്ത് അപ്പൊ പഴംപൊരി മാത്രമേ ഉള്ളൂ, ബീഫും ഉണ്ടോ? ബീഫുണ്ട്. പഴംപൊരിയുടെ ഒപ്പം ബീഫ് മസ്റ്റ് അല്ലേ? അത് വേണം, ഇല്ലെങ്കിൽ പിന്നെ ഇതിന് കോമ്പിനേഷൻ ഇല്ല. ഈ കടലിലെ ഫുഡെന്ന് പറയുന്നത് മെയിനായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ വരുന്നത് ബീഫും ബോളിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സൂപ്പറാണ്. അതിൻ്റെ കൂട്ടത്തിൽ കപ്പയും പന്നിക്കറിയും, കപ്പയും നാടൻ കോഴിയും, അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം ടേസ്റ്റിൽ സൂപ്പറാണ്. എൻ്റെ ഫേവറേറ്റ് ഇത് ബോളിയും ബീഫ് കറിയും. ഞങ്ങളിവിടെ പാലായിൽ അടുത്തുള്ളവരാണ്. സമയം കിട്ടുമ്പോൾ അല്ലെ ഇതിലെ പാസ് ചെയ്യുമ്പോൾ താല്പര്യം തോന്നുമ്പോഴൊക്കെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊക്കെ വരും. ഞാൻ ചേച്ചിരോടത്തിൽ ആദ്യമായിട്ട് വരുന്ന, പറഞ്ഞു കേട്ടിട്ടുണ്ട്. സൂപ്പർ. നന്നാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.